എല്ലാ നബിമാർക്കും ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു. എല്ലാ നബിമാരും അവരുടെ ദുആ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ നബിമാർക്കും ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിർവഹിച്ചാൽ അതിന് ഉത്തരം ഉറപ്പാണ്. മറ്റ് എല്ലാ നബിമാരും അത് ദുനിയാവിൽ വെച്ച് തന്നെ ധൃതി കൂട്ടുകയും അങ്ങനെ അവർ ദുആ ചെയ്യുകയും ചെയ്തു. وإني اختبأت دعوتي شفاعة لأمتي يوم القيامة. എന്നാൽ അള്ളാഹു എനിക്ക് നിശ്ചയിച്ച ആ ഒരു പ്രാർത്ഥന അത് ഞാൻ ഖിയാമത്ത് നാളിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു, എൻ്റെ ഉമ്മത്തിനുള്ള ഷഫാഅത്ത് എന്നുള്ള നിലക്ക്. എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് നിർവഹിക്കേണ്ടുന്ന ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിലേക്ക് ശുപാർശക്കായി മാറ്റിവെച്ചു. അള്ളാഹുവിനോട് പറഞ്ഞു, ഞാൻ ഖിയാമത്ത് നാളിൽ ദുആ ചെയ്തോളാം, ഷഫാഅത്ത് ചെയ്തോളാം എൻ്റെ ഉമ്മത്തിനു വേണ്ടി. അപ്പോൾ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ സമുദായത്തോടുള്ള കാരുണ്യം. മറ്റെല്ലാ പ്രവാചകന്മാരും ഇവിടെ വെച്ച് ദുആ ചെയ്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന ഖുർആനിക വചനത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഷഫാഅത്ത് ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ചതാണ്. പക്ഷേ അത് എല്ലാവർക്കും ലഭിക്കുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ ശുപാർശ ലഭിക്കും, അതിൻ്റെ ഫലം അനുഭവിക്കും. ആര്? മൻ മാത മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക്, ലാ യുശ്രികു ബില്ലാഹി ഷൈആ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ. അപ്പോൾ അള്ളാഹുവിൽ ഒന്നിനെയും ആരെയും പങ്കു ചേർക്കാതെ, ഒരിക്കലും ഒരു നിലക്കുമുള്ള ശിർക്ക് വെച്ചു പുലർത്താതെ ശുദ്ധ തൗഹീദോടുകൂടി മരിച്ചുപോയ ആളുകൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുക. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്ത പാപങ്ങളെല്ലാം അവൻ പുറത്തു കൊടുത്തേക്കാം. അതുകൊണ്ട് ഷിർക്കോടുകൂടി മരണപ്പെട്ട ആളുകൾക്ക് ശുപാർശ ഫലം ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് പോലും ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് ഷിർക്കിൽ നിന്ന് നാം പരിപൂർണമായും മുക്തരാവുകയും തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണ് എന്ന് വ്യവച്ഛേദിച്ച് കൃത്യമായി പഠിച്ച് നാം ജീവിക്കുകയും വേണം. കാരണം തൗഹീദും ഷിർക്കും ശരിക്കു പഠിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തൗഹീദിനെ അന്വർത്ഥമാക്കാൻ കഴിയുക? എല്ലാ നിലക്കുമുള്ള ഷിർക്കിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുക എങ്ങനെയാണ്? പഠിക്കാതെ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഗൗരവപൂർവം പഠിക്കേണ്ടുന്ന വിഷയമാണ് എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക് എന്നത്. എന്നാൽ സങ്കടകരമായ ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, സാധാരണ നിലക്ക് ഷിർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താൻ എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തി ആ ഷിർക്കിൽ നിന്ന് മോചിതനായി ഇസ്ലാം സ്വീകരിക്കും. കാരണം അത് തെറ്റാണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെടും. എന്നാൽ പരിശുദ്ധ ഖുർആനും ഹദീസുകളും വിശദീകരിച്ചുകൊണ്ട് തന്നെ ഒരാൾ ഷിർക്ക് ചെയ്യുകയാണെങ്കിലോ അയാൾക്ക് ഒരിക്കലും അതിൽ നിന്ന് തൗബ ചെയ്യാൻ കഴിയില്ല. കാരണം തൗബ ചെയ്യേണ്ടത് ഒരു കുറ്റകൃത്യത്തിൽ നിന്നല്ലേ, തെറ്റായ ഒരു കാര്യമാകുമ്പോഴാണല്ലോ തൗബ ചെയ്യുന്നൊരവസ്ഥ വരുന്നത്. എന്നാൽ താൻ ചെയ്യുന്നത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്, പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുമ്പോഴോ അയാൾ വമ്പിച്ച താല്പര്യത്തോടുകൂടിയും അതേപോലെ തന്നെ സ്നേഹത്തോടുകൂടിയും ഭയഭക്തിയോടുകൂടിയുമായിരിക്കും ഷിർക്കൻ പ്രവർത്തനങ്ങളിൽ തന്നെ ഏർപ്പെടുന്നത്. കാരണം അയാൾ വിശ്വസിക്കുന്നത് ഇന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ അനുവാദമുണ്ട്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുവാൻ പ്രവാചകൻ്റെ ഈ ഹദീസ് തെളിവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും ഷിർക്കിൽ നിന്ന് മുക്തനാവുകയില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും അയാൾ അതിൽ തൗബ ചെയ്യുക പോലുമില്ല. ഇത് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. ധാരാളം ആളുകൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഷിർക്കൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് വളരെ നസീഹത്തോടുകൂടി ഈ ശബ്ദം കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയും മാത്രമേ നമ്മൾ വിശദീകരിക്കാനും മനസ്സിലാക്കാനും പാടുള്ളൂ.
പിൽക്കാലഘട്ടത്തിൽ ദുർവ്യാഖ്യാനത്തിൻ്റെ ആളുകൾ രംഗപ്രവേശം ചെയ്യുകയും അവരുടെ തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി അവർ ഖുർആനിനെയും സുന്നത്തിനെയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് കരുതിയിരിക്കണം. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടുന്ന അവസ്ഥ നമുക്ക് നഷ്ടപ്പെടും. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ഷൈഅ. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾക്ക് മാത്രമാണ് ആ ശുപാർശ ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തരം ശിർക്കിൽ നിന്നും മോചിതരാകുവാനുള്ള കഠിനമായ പരിശ്രമവും അധ്വാനവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖീല യാ റസൂലല്ലാഹ് മൻ അസ്അദുൻ നാസ് ബിശഫാഅതിക യൗമൽ ഖിയാമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ആ ഏറ്റവും വലിയ ഭാഗ്യവാൻ, ആ സൗഭാഗ്യവാൻ ആരായിരിക്കും? താങ്കളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ആ സൗഭാഗ്യവാൻ ആരായിരിക്കുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലഖദ് ളനൻതു യാ അബാ ഹുറൈറ അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസി അഹദുൻ അവ്വലു മിൻക. ഞാൻ വിചാരിച്ചിരുന്നു, ഓ അബൂ ഹുറൈറ, ഈ ഹദീസിനെ കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആദ്യം ചോദിക്കുന്നത് താങ്കളായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുകയും വിചാരിക്കുകയും ചെയ്തിരുന്നു. കാരണം ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, ഹദീസിനോടുള്ള താങ്കളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ച സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അതിനുള്ള കാരണം എന്താണ്? പ്രവാചകന്റെ ഹദീസുകളോട് അങ്ങേയറ്റത്തെ താല്പര്യം അദ്ദേഹത്തിനുണ്ടാവുകയും മറ്റേതൊരു സ്വഹാബിയേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാൻ മുൻപന്തിയിൽ നിന്നിരുന്ന സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ വാക്കുകളെ, പ്രവാചകന്റെ പ്രവർത്തനങ്ങളെ, പ്രവാചകന്റെ ചലനങ്ങളെയെല്ലാം വളരെ കൃത്യമായി നോട്ട് ചെയ്തിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ചോദ്യമുണ്ടാകുമെന്നും ആ ചോദ്യം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ ചോദിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുതിയിരുന്നു. അൽഹംദുലില്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്ത് കൊണ്ട് വിജയികളായി തീരുന്ന, സൗഭാഗ്യവാന്മാരായി തീരുന്ന ആളുകൾ ആരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാളാണ്. അതും വെറുതെ നാവുകൊണ്ട് അർത്ഥമറിയാതെ പറഞ്ഞാൽ പോരാ, ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന്, ഔ നഫ്സിഹി, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഇഖ്ലാസോടുകൂടി ശരിക്കും പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞവന് എൻ്റെ ഷഫാഅത്ത് ലഭിക്കും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ എന്ന് പറയാതെ ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസോടുകൂടി എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ രൂപത്തിൽ, ഒരു നിലക്കും ഷിർക്കില്ലാത്ത. ഇഖ്ലാസിനെതിരാണ് ഷിർക്ക്. ഷിർക്ക് ഇഖ്ലാസിനെതിരാണ്, ഇഖ്ലാസിനെതിരായി വരുന്നതാണ് ഷിർക്ക്. അപ്പോൾ ഒരു നിലക്കും ഷിർക്കില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് ജീവിച്ച ആളുകൾക്കാണ് അത് ഉപയോഗപ്പെടുക. അല്ലാതെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതിന് വിരുദ്ധമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ആ ശഫാഅത്ത് ലഭിക്കുകയില്ല എന്ന് ഈ ഹദീസും വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുവാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കറകളഞ്ഞ തൗഹീദാണ്. അതേപോലെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചാൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശുപാർശ ലഭിക്കും. അതൊരു കേവലം സ്നേഹം മതി, സ്നേഹപ്രകടനം മതി. അതേതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസങ്ങളിലോ ജനിച്ച മാസങ്ങളിലോ കുറച്ച് ആഘോഷങ്ങളും മറ്റും കൊണ്ടാടിയാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നബിയോട് സ്നേഹമാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ, പ്രഖ്യാപിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുമെന്ന് ചില ആളുകൾ ധരിച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ അറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും തിരിച്ച് അതിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്നുള്ള സ്നേഹവും നമുക്ക് ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ നാം ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റണം. സൂറത്തു ആലു ഇമ്രാനിൽ 31-32 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്,
നിങ്ങൾക്ക് അള്ളാഹുവിനോട് മഹബ്ബത്തുണ്ടോ, ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം, എന്നെ പിന്തുടരണം, എൻ്റെ ചര്യകളെ നിങ്ങൾ പിൻപറ്റണം. എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഖുൽ, പറയുക, അത്തിയുല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞാൽ അറിയുക, അള്ളാഹു സത്യനിഷേധികളെ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, അതാണ് പ്രധാനം. അനുസരണക്കേട് കാണിക്കൽ സത്യനിഷേധികളുടെ സ്വഭാവമാണ്. വിശ്വാസികളായിക്കൊണ്ടിരിക്കെ നാം അത് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിന് വിരുദ്ധമായി തീരും. ചിലപ്പോൾ ഈമാനിൽ കുറവ് വരുത്തുന്നതുമായി തീരും. മറിച്ച് എന്താണ് വേണ്ടത്? അള്ളാഹുവിനോടുള്ള മഹബത്ത് നമ്മൾ കാണിക്കേണ്ടത് ഫത്തബിഊനി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുന്നത്. ഇത്തിബാ ചെയ്യണം. ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തതുപോലെ ചെയ്യുക, ഒരാൾ പറഞ്ഞതുപോലെ പറയുക, ഒരാൾ പറഞ്ഞത് രൂപത്തിൽ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, ഒരാൾ പറഞ്ഞ രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതിനാണ് ഇത്തിബാ എന്ന് പറയുന്നത്. അത് കേവലം നാവുകൊണ്ട് പ്രഖ്യാപിക്കേണ്ടതല്ല, എനിക്കിഷ്ടമാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടതല്ല, മറിച്ച് ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരാൾക്ക് ശുപാർശ ലഭിക്കുകയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുകയില്ല. മറിച്ച് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം അവർ ജീവിക്കേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ ശുപാർശ ലഭിക്കുന്ന മറ്റൊരു വിഷയമാണ് ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, കാരണം പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിൽ തൻ്റെ സാഹിബിന് വേണ്ടി ശുപാർശ പറയുന്നതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്താൽ ഖുർആൻ ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും. അത് വളരെ വലിയ കാര്യമാണ്. ഇഖ്റഉസ് സഹ്റാവൈനി അൽ ബഖറ വ സൂറത്ത് ആലി ഇമ്രാൻ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് പ്രകാശം അത് നിങ്ങൾ പാരായണം ചെയ്യണം, ഒന്ന് സൂറത്തുൽ ബഖറയും മറ്റൊന്ന് സൂറത്തു ആലി ഇമ്രാനും. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ കഅന്നഹുമാ ഗമാമതാനി ഔ കഅന്നഹുമാ ഗയായതാനി ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ തൈരിൻ സവാഫ്. രണ്ട് മേഘക്കൂട്ടങ്ങൾ പോലെ, അതല്ലെങ്കിൽ രണ്ട് തണലുകൾ പോലെ, അതല്ലെങ്കിൽ രണ്ട് പക്ഷിക്കൂട്ടങ്ങൾ പോലെ നിങ്ങൾക്ക് തണൽ നൽകിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും വരും. എന്തിനാണ് അവർ വരുന്നത്? തുഹാജാനി അൻ അസ്ഹാബിഹിമ, അവരുടെ ആളുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൂറത്തും പാരായണം ചെയ്യുകയും പഠിക്കുകയും അതിൻ്റെ ഉള്ളടക്കമനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി അവർ വാദിച്ചു കൊണ്ടിരിക്കും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വാദിക്കും. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം, ഫഇന്ന അഖ്ദഹ ബറക, കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യലും പഠിക്കലും ബറക്കത്താണ്. വ തർക്കഹ ഹസറ, അത് ഉപേക്ഷിക്കൽ വലിയ നഷ്ടമാണ്. ഹസറ, വലിയ നഷ്ടമാണ്. വല തസ്തതിഉഹൽ ബതല, ബതലത്തിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അഥവാ അന്നൽ ബതല അസ്സഹറ, മാരണക്കാർക്ക്, സിഹ്ർ ചെയ്യുന്ന ആളുകൾക്ക് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിൽ. അപ്പോൾ ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം, ഒന്ന്, പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ പാരായണം ചെയ്താൽ ഖുർആൻ ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയും. അൽഹംദുലില്ലാ, ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുത്ത കുടുംബക്കാർ വരെ നമ്മെ വിട്ട് ഓടിയകലുന്ന ദിവസത്തിൽ ഖുർആനിൻ്റെ ശുപാർശ എന്നത് വളരെ വലിയ നിഅമത്താണ്. അതോടൊപ്പം സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്ത ആളുകൾക്ക് ഈ രണ്ട് അധ്യായങ്ങൾ പ്രത്യേകമായി ശുപാർശ പറയുന്നതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഖുർആൻ നാം ഓതാൻ ശ്രമിക്കണം, പ്രത്യേകിച്ചും സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം. സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ 30 ആയ ശഫഅത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖുർആനിൽ ഒരു സൂറത്ത്, ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ, ഖുർആനിലുള്ള ഒരു സൂറത്ത്, ഒരു അധ്യായം, 30 ആയ 30 ആയത്തുകളാണ് അതിലുള്ളത്. നമുക്കറിയാം സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുകളാണ്. ശഫഅത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, ഒരു വ്യക്തിക്ക് പൊറുക്കപ്പെടുന്നത് വരെ ആ അധ്യായം ശുപാർശ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. ആ അധ്യായം ശുപാർശ പറഞ്ഞുകൊണ്ടിരുന്നു. അതേതാണ്? വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന അധ്യായമാണ്. മറ്റു സ്വഹിയായ ഒരു ഹദീസ് നമുക്ക് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ അധ്യായത്തെ ഞങ്ങൾ അൽ മാനി എന്ന് വിളിച്ചിരുന്നു എന്നാണ്. ഖബറിലെ ശിക്ഷയിൽ നിന്ന് മോചനം നൽകുന്ന അധ്യായം. അതുകൊണ്ട് എല്ലാ രാത്രികളിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ വളരെ വലിയ സുന്നത്താണ്. എല്ലാ രാത്രികളിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ വളരെ വലിയ സുന്നത്താണ്. അങ്ങനെ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ്. അതിനു പുറമെ ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് പറയും. ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് പറയുന്നതാണ് സൂറത്തുൽ മുൽക്ക്. ഇപ്പോൾ സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണവും ഖിയാമത്ത് നാളിൽ നമുക്ക് ശുപാർശ ലഭിക്കാൻ കാരണമായി തീരുന്ന ഇബാദത്താണ്. ഇനി മറ്റൊന്നാണ് ധാരാളമായി നോമ്പനുഷ്ഠിക്കുക. പ്രത്യേകിച്ചും റമളാനിലെ നോമ്പ് വളരെ കൃത്യമായി വീഴ്ചകൾ വരുത്താതെ അനുഷ്ഠിക്കുക. അതിനു പുറമെ സാധിക്കുന്നത്ര സുന്നത്ത് നോമ്പുകളും. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു അംറിൻ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും ഒരടിമക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശുപാർശ പറയും. യഖൂലു സിയാം, എന്താണ് നോമ്പ് പറയുന്നത്? ഐ റബ്ബി, എൻ്റെ രക്ഷിതാവേ, മനഅതുഹു ത്വആമ വശഹവാതി ബിന്നഹാർ, ഭക്ഷണവും മറ്റു വികാരങ്ങളും പകൽ സമയത്ത് ഞാൻ ഇയാൾക്ക് വിലക്കുകയും ഇയാൾക്ക് വേണ്ടി തടഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം നോമ്പ് നോൽക്കുന്ന ഒരാൾ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കില്ല, ഇണകളുമായി ഇണചേരുകയുമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ ഞാൻ തടഞ്ഞു വെച്ചു, ഭക്ഷണവും ഞാൻ തടഞ്ഞു വെച്ചു. അഥവാ നോമ്പുകാരനായതിനാൽ നിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അയാൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരിക്കുന്നു. അതുകൊണ്ട് ഫശഫിഅനി ഫീ, ഈ വ്യക്തിക്ക് വേണ്ടി ശുപാർശ പറയാൻ എനിക്ക് അനുവാദം വേണമെന്ന് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും. വയഖൂലുൽ ഖുർആൻ, ഖുർആനും പറയും, മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിൽ ഈ വ്യക്തിയെ ഞാൻ ഉറക്കിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്. കാരണം രാത്രി ഖുർആൻ ഓതി നമസ്കരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഫശഫിഅനി ഫീ, എനിക്കും ഈ വ്യക്തിക്ക് വേണ്ടി ശുപാർശ പറയാൻ അനുവാദം വേണം. ഖാല ഫയുശഫഅൻ, അങ്ങനെ നോമ്പും ഖുർആനും ആ വ്യക്തിക്ക് വേണ്ടി ശുപാർശ പറയുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അതാണ് ഇവിടെ ഫയുശഫഅൻ എന്നാണ്. യശ്ഫഅൻ എന്നല്ല പറഞ്ഞത്. യശ്ഫഅൻ എന്നല്ല പറഞ്ഞത്. യശ്ഫഅൻ എന്ന് ആദ്യം പറഞ്ഞു. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅൻ. പിന്നെ പറയുന്നത് ഫയുശഫഅൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ്. അള്ളാഹു അതിന് അനുവാദം നൽകും. അങ്ങനെ ആ ശുപാർശ അവർക്ക് സ്വീകരിക്കപ്പെടുമെന്നാണ്. അപ്പോൾ നോമ്പ് ഖുർആനിൻ്റെ കൂടെ തന്നെ നോമ്പ് നമുക്ക് ശുപാർശ പറയും. നോമ്പും ഖുർആനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസും. പരിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാൻ മാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്. ആ റമദാനിലെ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിലെ ആ വ്യക്തിയുടെ ഉറക്കം ഞാൻ തടഞ്ഞു എന്ന് ഖുർആനും പകൽ സമയത്ത് ഭക്ഷണത്തിൽ നിന്നും പാനീയത്തിൽ നിന്നും മറ്റു വികാരങ്ങളിൽ നിന്നും ഞാൻ തടഞ്ഞു എന്ന് നോമ്പും പറയുകയും അവർ രണ്ടുപേരും ആ വ്യക്തിക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശുപാർശ പറയുകയും ആ ശുപാർശ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അൽഹംദുലില്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നോമ്പുകാരാവുക, രാത്രി നമസ്കാരക്കാരായി മാറുക. അതെല്ലാം ഖിയാമത്ത് നാളിൽ നമുക്ക് ശുപാർശ ലഭിക്കാൻ കാരണമായി തീരും. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ പ്രത്യേകം ലഭിക്കാൻ ഷിർക്കിൽ നിന്ന് മുക്തരായിക്കൊണ്ട് നാം ജീവിക്കുകയും ചെയ്യുക.